തെരുവുനായയുടെ ശല്യം എല്ലായിടത്തും രൂക്ഷമാണ്. ഇപ്പോൾ ഈ CCTV-കളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തു നിന്നും തെരുവുനായ ആക്രമണത്തെക്കുറിച്ച് ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും തെരുവുനായ്ക്കളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിലവിലെ നിയമം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള മട്ടിൽ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ തീരുമാനം വന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ തന്നെ ഇനി ബദൽ മാർഗങ്ങൾ ആരായേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. കോഴിക്കോട് നാദാപുരത്തു നിന്നാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. തെരുവുനായ ആക്രമണത്തിന് അറുതിയില്ല. സ്കൂൾ വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിക്കാൻ ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നത്. ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. വരിക്കോളി പോസ്റ്റ് ഓഫീസിന് സമീപമാണ് സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തെരുവുനായ ആക്രമിക്കുന്നത്. സ്വാഭാവികമായി ഈ തെരുവുനായയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോകണമെന്ന് നായസ്നേഹികൾ പറയാറുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യന് അതൊക്കെ അങ്ങനെ എളുപ്പത്തിൽ സാധ്യമാവുന്ന കാര്യമല്ല. മാത്രമല്ല, മൃഗങ്ങൾ ഈ തെരുവുനായ്ക്കൾ പിന്നാലെ ഓടുന്ന ദൃശ്യവും നമുക്ക് കാണാം. ഇതെവിടെയാണ് സംഭവിച്ചത്? ഇവിടെ സ്ഥിരമായി തെരുവുനായയുടെ ശല്യമുള്ള സ്ഥലമാണോ? ഹർഷൻ, തീർച്ചയായും ഇത് വരിക്കോളിയിൽ ഭാഗത്താണ്. വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥിനിയാണ് ഈ തെരുവുനായ സംഘം ആക്രമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ്. ആ ബാഗ് ഉപയോഗിച്ച് തെരുവുനായ്ക്കളെ എറിഞ്ഞ ശേഷമാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും പുറകെ നായ്ക്കൾ ഓടുന്നുണ്ട്. അത് മാത്രമല്ല, ബാഗ് ഉൾപ്പെടെ കടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും കാണാം. ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ ഒറ്റയ്ക്കായി വരുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആളുകളെയൊക്കെ തന്നെ കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രദേശത്ത് നിരവധി സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് കടിയേറ്റിട്ടുണ്ട്. അടിയന്തരമായി ഈ കേന്ദ്ര നിയമത്തിന്റെ ഒക്കെ പരിധിയിൽ ABC കേന്ദ്രങ്ങൾ പുനഃസൃഷ്ടിക്കുകയും കാര്യങ്ങൾ കാര്യക്ഷമമാക്കണം എന്നൊക്കെ ആവശ്യമുണ്ടെങ്കിലും നിയമ സാങ്കേതിക തടസ്സങ്ങളാണ് ഈ തെരുവുനായകയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അടിയന്തരമായി തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ആവശ്യം. ദിനം പ്രതി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുന്നതെന്ന് ആശങ്കപ്പെടുത്തുന്നത്. ഹർഷൻ, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.